ദിവ്യഭാരതി മുതൽ അതുല്യ സുരേഷ് വരെ സുഭാഷ് വരെയുള്ള പെൺപിള്ളേരെയാണ് നമ്മൾ പറയുമ്പോൾ ഈ കേരളത്തിൽ ഇത്ര ആത്മഹത്യ നിരക്ക് കാരണം കൂടുതൽ എന്തെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്ട്രെസ്, മാനസിക പീഡനം, ഡൗറി, സ്ത്രീധനം അങ്ങനെ ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതാണ്. ദിവ്യഭാരതി മരിച്ചതെന്ന് പറഞ്ഞാൽ വെറും 19 വയസ്സ് ബോളിവുഡിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു. അവർ മുംബൈയിലൊരു ഫ്ലാറ്റിൽ വെച്ചാണ് ഒരു ജനലിൽ ഗ്രില്ലില്ലാത്ത സമയത്ത് അവരവിടെ ചാരിയിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം ദിവ്യഭാരതി അവിടെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ബാൽക്കണിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. കൂട്ടുകാർ പറഞ്ഞ് ദിവ്യ ഇത് ഡേഞ്ചറാണ്, നമ്മൾ സൂക്ഷിക്കണം. അതൊന്നും അവളെ സാരമാക്കിയതേ ഇല്ല. അപ്പോൾ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ വന്ന സമയത്ത് പറയണം, എനിക്ക് ഈ മരണം എന്ന് പറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ദിവ്യഭാരതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. ഉദാഹരണം, ഇപ്പോൾ ഓരോ സിനിമകൾക്ക് ഓരോ ചാൻസുകൾ വന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഭയങ്കര ഉപദ്രവക്കുമായി. അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഈ അതുല്യ സുഭാഷ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം കല്യാണം കഴിച്ച സമയത്ത് ഈ സുഭാഷ് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയാണ്. ഈ സുഭാഷിന് ഒരുപാട് സംശയ രോഗങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം, അതുല്യ ഫ്ലാറ്റിൽ വെച്ച് പൂട്ടി ഇടുകയായിരുന്നു. ആരോടത്ത് മിണ്ടരുത്, ആരോടത്ത് സംസാരിക്കരുത്, ആരോടത്ത് ഇടപഴകരുത്, അങ്ങനെ ഒരുപാട് കുത്തുവാക്ക്, മാനസിക പീഡനം ഒരുപാട് സഹിച്ചു വരികയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികളാണ്. അവർക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ട പരിഗണനയാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയാം, അവർക്കൊരു പീരിയഡ്സ് വന്നാൽ പിന്നെ നമ്മൾ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഓരോ കണ്ണീരും ഓരോ രാത്രി ഓരോ അനുഭവമൊക്കെയാണ്, ഓരോ യാതനകൾ, കണ്ണീര്. നമ്മൾ എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഉദാഹരണം, അവരെ നമ്മൾ പരിഗണന കൊടുക്കണം. അവരെ കുത്തുവാക്ക് പറയരുത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം എന്താണ് നിശ്ചയിച്ച് അവരതേപോലെയാണ് നമ്മൾ വളർത്തിയത്. ഉദാഹരണം, പെണ്ണായിക്കൊണ്ടിട്ട് മരുമക്കളായിക്കൊണ്ട് ആരും ആയിക്കൊണ്ടിട്ട് ഒരു സ്ത്രീക്ക് അത്യാവശ്യ സൗന്ദര്യമല്ല നോക്കേണ്ടത്. ഒരു മനസ്സമാധാനം, സന്തോഷം, സങ്കടം, വിഷമം, വിരഹം, വിഷാദം അതെല്ലാം നമ്മൾ പങ്കു ചേർക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയായിരുന്നു. അങ്ങനെയാണ് സ്ത്രീ ഇതായത്. സൂറത്ത് നിസാ എടുത്തു നോക്ക്. സൂറത്ത് നിസായിൽ ഒരു ആയത്തുണ്ട്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യം എന്ന് വെച്ചാൽ ഭാര്യയെ പരിഗണിക്കൽ, ഭാര്യയെ സഹവർത്തിക്കൽ, ഭാര്യയെ സ്നേഹിക്കൽ, ഓരോ കാര്യങ്ങളും പറയുന്നതാണ്. നമ്മൾ ഓരോ ഭാര്യമാരെ മുഖത്തടിക്കരുത്. മുഖത്തടിച്ചാൽ നീ ആയിരിക്കും ഭീരു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖബറടക്കുന്ന സമയത്ത് വന്ന് പറയാം, ഖദീജ നീ ഇല്ലാതെ ഈ ലോകം ഇല്ല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയ സമയത്ത് പറയും, ഫാത്തിമ നീ ഇല്ലാതെ ഒരു ലോകമില്ല. അവർ രണ്ടുപേർ പറയണേ എന്ന് പറഞ്ഞാൽ, നീ ഇല്ലാതെ ഒരു ലോകമില്ല എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ശൂന്യം ഒരവസ്ഥ പോലെ. പെൺകുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കേസുകൾ പറയാണ്. പീഡനം, കൊടിയ പീഡനം, പിന്നെ സ്ത്രീധനം, അതിക്രമം, ഒരുപാട്. ഇപ്പോൾ ഈയിടയ്ക്ക് കൊല്ലത്ത് തുഷാർ എന്ന് പറഞ്ഞ പെൺകുട്ടി പട്ടിണിക്കിട്ട് കൊന്നു. ഭാര്യ, അമ്മായിയമ്മയും പിന്നെ ജീവപര്യന്തമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഉത്തരയുടെ കേസെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? സ്ത്രീധനത്തിനെ ചൊല്ലി ആ പാവപ്പെട്ട ഒരു മിണ്ടാപ്രാണിയെ പാമ്പ് വെച്ച് കൊന്നു. ഇതൊക്കെയാണ് നടക്കണ കാര്യങ്ങൾ. ഒരു സ്ത്രീക്കൊരു മനസമാധാനം കൊടുത്തുകൂടെ? ഒരു സ്ത്രീക്കൊരു സന്തോഷം കൊടുത്തുകൂടെ? വീട്ടിൽ കയറി വരണ പെണ്ണുങ്ങളടുത്ത് ദേഷ്യപ്പെടല്ലേ വേണ്ട, അവരെ ചേർത്ത് പിടിച്ച് വേണ്ട. വളരെ സാരമില്ല, ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ അതുമില്ല. എന്തിനാണ് നമ്മൾ ആണത്തം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, നീ ഏറ്റവും നല്ല മനുഷ്യൻ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ
അവന് അവൻ്റെ ഭാര്യയെ സഹായിക്കലും സ്നേഹിക്കലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞ ഉദാഹരണം ടി വിയും കണ്ട് അങ്ങനെയല്ല ഇരിക്കേണ്ടത്. നമ്മളവർ പരിഗണന കെയർ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഞാനൊരു കാര്യം, ഈ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം എന്ന് പറഞ്ഞാൽ വിഘടിക്കാത്ത വാഹനം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 4 റിങ്ങുണ്ട്: കെയറിങ്, ഷെയറിങ്, ഹിയറിങ്, അഡ്മയറിങ്. കെയറിങ് മീൻസ് അവക്കൊരു പരിഗണന. ഷെയറിങ് മീൻസ് സഹകരണം എന്ന് പറഞ്ഞ ഉദാഹരണം ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെ. ഹിയറിങ് മീൻസ് ഓരോ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധി. 5000 വാക്കുകൾ പറയുന്നത് പെണ്ണുങ്ങൾക്ക്. നമ്മളെ 2000 വാക്കല്ലേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ പണ്ട് വർക്കല ബീച്ചിൽ പോവുകയായിരുന്നു. അപ്പം നമ്മൾ വയസ്സാവുന്ന സമയത്ത് അവർ പറയുമായിരുന്നു, ഈ ഇക്കാക്കൊക്കെ അറിയാം, ഈ വർക്കല ബീച്ചിൽ നമ്മൾ ഒരുപാട് നമ്മൾ നീന്തി കുളിച്ച് ചാടി അങ്ങനെയൊക്കെ ഉല്ലസിച്ച്. അപ്പം നമ്മൾ ഈ അങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കുക. അവക്കാണ് ഏറ്റവും നല്ല ബുദ്ധി. അഡ്മയറിന് മീൻസ് പുകത്തുക. ഇപ്പോൾ ഒരു കറിക്ക് ഉപ്പ് കുറഞ്ഞില്ലെങ്കിൽ ആ കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി, മാഷ, ഒരു വാക്ക് അങ്ങനെ പറയണം. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പരിഗണനയും സ്നേഹമാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനൊരു പാകിസ്ഥാൻ ഡ്രാമ സീരീസ് ഉണ്ട്, റഷ്യ. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ പറയേണ്ടത് ഹലോ, ഹായ്, അസ്സലാമലൈക്കും, വലൈക്കും സലാം, അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. ഫസ്റ്റ് നൈറ്റിൽ ഭാര്യ ഭർത്താക്കന്മാർ 2 തല വെച്ച് ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ കാവൽ നീ കാക്കണേ, എൻ്റെ കാവൽ നീ രക്ഷപ്പെടുമാറാട്ടെ. ഇങ്ങനെ ഒരുപാട് ദുആകളാണ്. എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പെൺമക്കളുള്ള വാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കൊടുക്കുന്നത്. പെൺമക്കളുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ദീൻ പകർന്ന് കൊടുക്കും. പെൺമക്കളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്വർഗം, പരിഗണന. അതാണ് നമുക്ക് വേണ്ടത്. ഏതോ ആയിക്കൊണ്ടോട്ടെ, നമ്മൾ സ്ത്രീക്ക് എന്തോ പരിഗണനയാണ് കൊടുക്കേണ്ടത്. പരിഗണന കൊടുത്തില്ലെങ്കിൽ ഇപ്പം എത്ര ഡിവോഴ്സുകൾ സംഭവിക്കണം അത് നിങ്ങൾക്കറിയാമോ? ഇപ്പം ഡിവോഴ്സുകൾ മാത്രമല്ല, ആത്മഹത്യ, ലഹരി, ചൂതാട്ടവ ഒന്നും വേണ്ട. നമ്മളുടേതായ രീതിയിൽ തന്നെ ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ നല്ല ജീവിതം. ഒരു സ്ത്രീക്ക് പരിഗണന കൊടുക്കുക, അവർ പറ്റുന്നിടത്തോളം കെയർ കൊടുക്കുക, അവർ ചെയ്യണത് ജോലി നിങ്ങൾ ചെയ്യുക. രാവിലെ വൈകുന്നേരം കിട്ടുന്നിടത്തോളം മാക്സിമം അവർക്ക് ഒരു ഹാപ്പിയെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല. ഇപ്പം എത്ര പെൺകുട്ടികൾ മരിച്ചു പോകുന്നത് അതെന്തുകൊണ്ട്? അവർക്ക് ഫ്രീഡവും കിട്ടുന്നില്ല, ഇൻഡിപെൻഡൻറ്റിനും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ എത്ര പെൺകുട്ടികൾ, നിങ്ങൾ കമൻറ്റിൽ ചെന്ന് പറയുക, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വ്യക്തമായിട്ട് പറയുക. അതേ ഉള്ളൂ എനിക്കും പറയാനുള്ളത്. ഞാൻ ജുനൈദ് 40.